റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ തിയേറ്റർ സ്റ്റൈൽ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. അതായത് തിയേറ്റർ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിനേക്കാളും ബാക്ക് കുറച്ച് ഉയർന്നിട്ടാണ് ബാക്ക് സീറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഇതിന് യാത്ര ചെയ്യുമ്പോൾ ഇല്ല. അത് ട്രോപ്പിക്കലൈസ്ഡ് AC എന്നാണ് പറയാം. അധികം ടെമ്പറേച്ചർ അധികം നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയ കാറിൽ 17-16 ഡിഗ്രി സെൽഷ്യസ് വരെയാണല്ലോ. നമുക്ക് ഇവിടെ 15-14 കഴിഞ്ഞു. ഇപ്പൊ സിട്രോണിനെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി 100 കൊല്ലത്തിന് മേലെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. ബോഡി റോളിംഗ് ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫ്രഞ്ച് നിർമ്മാണ കമ്പനിയായ സിട്രോൺ ആണ്. സിട്രോൺ C3 എയർക്രോസ് ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണ്. നമുക്കറിയാം ഫ്രഞ്ചിലൊക്കെ, അതായത് യൂറോപ്യൻ കൺട്രിയിലെല്ലാം ഓൾറെഡി ഫേമസ് ആയ ഒരു വാഹനമാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് ഒരുപാട് യൂണിറ്റുകൾ വിറ്റുപോകുന്ന ഒരു വാഹനം കൂടിയാണ്. ഇപ്പം നിരത്തുകളിൽ ഒരുപാടായിട്ട് C3 വാഹനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വേറൊരു വേരിയൻ്റാണ്. നമുക്ക് ഈ വാഹനത്തിനെ വിശദമായിട്ട് പരിചയപ്പെടാം. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് മനോഹരമായിട്ട് തന്നെ ഉണ്ട്. അത് നല്ലൊരു റോഡ് പ്രസൻസ് വരുന്നുണ്ട് നമുക്ക്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ലൈറ്റ് വരുന്നത് DRL LED ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ആയിട്ട് വരുന്ന LED ലൈറ്റാണ് വരുന്നത്. ഒരു മസ്കുലർ ലുക്കാണ് ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലൈറ്റ് താഴെയായിട്ട് വരുന്നുണ്ട്. എംബ്ലം വരുന്നത് ഈ സിട്രോണിൻ്റെ ഒരു എംബ്ലം ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി ഈ ഒരു വാഹനത്തിന് തരുന്നുണ്ട്. ഇനി വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു SUV വാഹനത്തിനെ കറക്റ്റായിട്ട് മനസ്സിലാകുന്ന ഇതിൻ്റെ ഒരു വശങ്ങളിൽ നിന്നുള്ള ലുക്കാണ്. 17 ഇഞ്ച് ടയറാണ് വരുന്നത്. അത് അലോയ് വീൽ ലൈറ്റാണ് വരുന്നത്. മനോഹരമായിട്ട് തന്നെ ഉണ്ട് അത്. ഇനി നമ്മൾ റിയർ സൈഡിലേക്ക് ഈ ഒരു വാഹനത്തിനെ നോക്കുകയാണെങ്കിൽ LED ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത്. സിട്രോൺ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു എംബ്ലം ഉണ്ട്. റിയർ സൈഡ് ഒരു വൈപ്പറും കൂടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റിന തന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. പിന്നെ റിവേഴ്സ് ക്യാമറ ഇവിടെ ആയിട്ട് നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടുണ്ട്. ബാക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വലിയൊരു വാഹനത്തിൻ്റെ ഒരു ഫീലാണ് തരുന്നത്. നമുക്ക് ബാക്ക് സൈഡ് നോക്കുമ്പോൾ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് തരുന്നത്. 511 ലിറ്ററാണ് ബൂട്ട് സ്പേസ് തരുന്നത്. അത് വിശാലമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് വലിയൊരു ഫാമിലിക്ക് അത്യാവശ്യം വേണ്ടതിൽ കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ തിയേറ്റർ സ്റ്റൈൽ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. അതായത് തിയേറ്റർ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിനേക്കാളും ബാക്ക് കുറച്ച് ഉയർന്നിട്ടാണ് ബാക്ക് സീറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ വോമിറ്റിംഗ് ടെൻഡൻസി ഇതിന് യാത്ര ചെയ്യുമ്പോൾ ഇല്ല. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫീച്ചർ കൊണ്ടുവന്നത്. രണ്ട് ഹെഡ് റെസ്റ്റ് ബാക്കിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. 2 ചാർജിങ് സ്പോട്ട് വരുന്നുണ്ട്. സിട്രോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പേര് പറഞ്ഞു പരിചയപ്പെട്ടു. ആദർശാണ്. ഞാനിവിടെ എക്സിക്യൂട്ടീവ് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. കാലിക്കറ്റ് സിട്രോൺ ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം. ആൾക്കാർക്ക് ഒരു പുതിയൊരു ബ്രാൻഡാണ്, കൂടുതൽ അറിയണം എന്ന് താല്പര്യമുണ്ട്. ഒരു ഫ്രഞ്ച് നിർമ്മാണ കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇപ്പം ഒരുപാട് ഇവരുടെ ഒരു ബ്രാൻഡ് വാഹനങ്ങൾ ഒരുപാട് നമുക്ക് നിരത്തുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് സിട്രോൺ എടുക്കുന്നവർക്ക് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത്? എന്താണ് ബ്രാൻഡിൻ്റെ പ്രത്യേകതകൾ മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്? ഇപ്പോൾ സിട്രോണിനെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി 100 കൊല്ലത്തിന് മേലെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. ഈ ഓൾറെഡി 100+ ഇയേഴ്സ് പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. അതെ. നമുക്ക് സിട്രോൺ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് പറയുന്നത് ഇതിന്റെ സസ്പെൻഷനാണ്. മെയിനായിട്ട് ഈ വണ്ടിന്റെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പം യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇപ്പം ഇവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ്റെ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് ജെന്യൂൻ ആണ്. നമുക്ക് ഫ്ലൈയിങ് കാർപ്പറ്റ് എന്നാണ് ആ സസ്പെൻഷന് പൊതുവെ വിളിക്കുന്നത്. ഫ്ലൈയിങ് കാർപ്പറ്റ് എഫക്ട് എന്നാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഡ്രൈവിംഗ് കംഫേർട്ട് ആണ്. ഇത് സസ്പെൻഷൻ ആകുമ്പോൾ എന്തായാലും കംഫേർട്ട് ആയിരിക്കും. നമ്മൾ എത്ര ലോങ് പോയി കഴിഞ്ഞാലും ഒരു ടയേർഡോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരു ഡ്രൈവിംഗ് കംഫേർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും സിട്രോൺ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം കൂടുതലായിട്ട് കുറെ വേരിയന്റുകൾ ഇറക്കി, കുറെ മോഡലുകൾ ഇറക്കിയല്ല ഇന്ത്യയിൽ ഇപ്പം വന്നു. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് C3 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. ഇപ്പൊ അതിന്റെ അപ്ഡേറ്റ് ആയി C3X, അതേപോലെ ബസാൾട്ട്, പിന്നെ എയർ ക്രോസ്, പിന്നെ C3ന്റെ തന്നെ നമുക്കൊരു ഇലക്ട്രിക് വേരിയന്റ് കൂടി വരുന്നുണ്ട് ഈ C3ന്റെ. ഇപ്പൊ എല്ലാ മോഡലും ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. C3X ആയി. അതേപോലെ ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന എയർ ക്രോസ് X ആയി. ബസാൾട്ട് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്, ബസാൾട്ട് X ആയിട്ട്. രണ്ടും ഇപ്പൊ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എയർ ക്രോസ് എന്ന് പറഞ്ഞൊരു സിട്രോണിന്റെ ഒരു വേരിയന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം എയർ ക്രോസിൽ തന്നെ വേറെ വെറൈറ്റി. അതെ, ഒന്ന് ഫേസ് ലിഫ്റ്റ് ആയിട്ട് എയർ ക്രോസ് X എന്ന് പറഞ്ഞൊരു വേരിയന്റ് മോഡൽ വരുന്നുണ്ട്. അത് മിക്കവാറും നെക്സ്റ്റ് മന്ത് ആയിരിക്കും.
കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് എത്ര വേരിയന്റുകൾ വരുന്നുണ്ട്? 3 വേരിയന്റ് തന്നെയാണ്. സെയിം വേരിയന്റ് തന്നെയാണ്, യു പ്ലസ് മാക്സ് എന്ന് പറയുന്നത്. ഇതിപ്പോ മാക്സ് ആണ് വേരിയന്റ്. അപ്പോൾ എയർക്രൂസ് എക്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ലോഡായി. അതെ അതെ, ഇന്റീരിയറിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഈ ഒരു ബ്രാൻഡ് സിട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയിൽ തന്നെയാണോ? അങ്ങനെ? അതെ അതെ, ഇപ്പൊ ഇവിടെ മാനുഫാക്ചറിങ് ഒക്കെ ഉണ്ട്. നമുക്ക് 3 പ്ലാന്റ്സ് ഉണ്ട്. ചെന്നൈ, ഒസൂർ, പുനെ ഒക്കെയാണ് പ്ലാന്റ്സ് വരുന്നത്. ഭൂരിഭാഗവും ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. പിന്നെ എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടെ നിന്നാണ് ഡ്രൈവ് ലൈൻസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പൊ യൂറോപ്പിലേക്ക് പോകുന്നതും ഇവിടെ തന്നെയാണോ? അല്ല, മെയിൻ ആയിട്ട് ഏഷ്യനും ആഫ്രിക്കൻ കൺട്രീസും ഒക്കെ ഇവിടെ നിന്നൊക്കെയാണ്. അത് ഡ്രൈവ് ലൈൻസ് ആണ് പോകുന്നത്. എഞ്ചിന്, ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്ത് പോകുന്നത്. നമ്മളിപ്പം ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഒരു പുതിയൊരു ബ്രാൻഡാണ് ആൾക്കാർക്ക് അറിയണം. അപ്പം നിങ്ങളിപ്പം സാധാരണ നോർമൽ എല്ലാ ബ്രാൻഡും കൊടുക്കുന്നത് പോലെ, അതായത് എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും കൊടുക്കുന്ന പോലെ തന്നെ ഇൻഷുറൻസ് അല്ലെങ്കിൽ വാറണ്ടി അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോർമലായിട്ട് 3 ഇയർ അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. 3 കൊല്ലം RSI റോഡ് സൈഡ് അസിസ്റ്റൻസും ഫ്രീ ആണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 ഇയർ 1.5 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയും 5 കൊല്ലം RSIയും കിട്ടും. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നോർമലി 3 കൊല്ലം വാറണ്ടി. എല്ലാ ബ്രാൻഡ് കൊടുക്കുന്ന പോലെ? അതെ അതെ, നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നോർമൽ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈലേജ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ടെർബോ വേരിയന്റ് ആണ്. ടെർബോ വേരിയന്റിന് നമുക്ക് കമ്പനി പറയുന്നത് 18.7 ഒക്കെയാണ്. നമുക്കൊരു സിറ്റിയിൽ ഒരു 14-15 ആ റേഞ്ചിലാണ്. ഹൈവേയിലേക്ക് ആകുമ്പോൾ അതിനെക്കാളും മേലെ കിട്ടുന്നുണ്ട്. 16 മേലെ കസ്റ്റമേഴ്സ് പറഞ്ഞു. അതെ, ഹൈവേസിൽ കിട്ടുന്നുണ്ട്. ഇത് 1.2 അല്ലേ? 1.2 ടെർബോ ആണ് വരുന്നത്. 3 സിലിണ്ടർ 1.2 ടെർബോസ്. ഇതിപ്പം മറ്റ് വാഹനങ്ങളായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന മറ്റു ബ്രാൻഡുകളായിട്ട് SUV-യിൽ ഏതൊക്കെയാണ് ഈ ഒരു വേരിയന്റ് വരുന്നത്? നമുക്ക് ഇതായിട്ട് വരുന്നത് ക്രെറ്റ വരുന്നുണ്ട്, ഹുണ്ടായി ക്രെറ്റ വരുന്നുണ്ട്. പിന്നെ സെൽട്ടോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രാൻഡ് എന്താണെന്ന് പോലും എനിക്ക് ഇങ്ങോട്ട് പറയാണ് കൂടുതൽ പറയാം, കാരണം പുറമുള്ളവർക്ക് അറിയാം ആ ബ്രാൻഡ് എന്താണെന്ന്. പുള്ളിക്കാരെ ടെസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാതാണ് എനിക്ക് വണ്ടി ബുക്ക് ചെയ്തത്. എനിക്ക് വിശ്വാസമാണ്. അതെ അതെ, എനിക്ക് വണ്ടി വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടാണ് ബുക്കിംഗ് വന്നത്. പക്ഷെ വണ്ടി എടുത്തിട്ടില്ല. വണ്ടി ഈ ആള് പുറത്താണ്, മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നത്. രാജേഷ് കുമാർ എന്നൊരു കസ്റ്റമർ. അതെ, അതായത് പിന്നെ ഈ ഒരു ബ്രാൻഡ് യൂറോപ്പിലെല്ലാം ഓൾറെഡി സക്സസ് ആയ ഒരു ബ്രാൻഡാണ്. അപ്പം ഞാൻ ഒരാളോട് ഒരു യൂറോപ്പിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് അവിടെ കൂടുതലായിട്ട് വാഹനം അവർ ഉപയോഗിക്കുന്നത് സിട്രോണിന്റെ ബ്രാൻഡാണ്. എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ ഇപ്പം സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. അധികം അറിയുന്നത് പുറമുള്ള കസ്റ്റമേഴ്സ് ആണ്. അതായത് ഇന്ത്യയിൽ പുറമുള്ള അറിയുന്ന യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവർ പഠിക്കുന്നവർക്കാണ് അധികം ഈ വണ്ടി എന്താണെന്ന് അറിയുള്ളൂ. അതെ 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 അതെ. പിന്നെ കൂടുതലായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടി ഓടിച്ചാലേ എന്താണെന്ന് ഫീൽ ചെയ്യണം. പുറമുള്ള ഒരു ലുക്ക് കാര്യങ്ങൾ മാത്രമല്ല, മനസ്സിലാവുന്നുണ്ട് അതിന്റെ ഒരു. എസിക്കൊക്കെ ഞങ്ങൾ കുറെ പ്രത്യേകത ഉണ്ട്. അതായത് ട്രോപ്പിക്കലൈസ്ഡ് AC എന്നാണ് പറയാം. അധികം ടെമ്പറേച്ചർ അധികം നമുക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയ കാറിൽ 17-16 ഡിഗ്രി സെൽഷ്യസ് വരെയാണല്ലോ. നമുക്ക് ഇവിടെ 14 കഴിഞ്ഞിട്ട് ഒരു മോഡ് കൂടി, ലോ എന്ന് പറഞ്ഞ മോഡ് കൂടി ഉണ്ട്. അത് 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. 14 കഴിഞ്ഞിട്ട് ഒരു ലോ മോഡ് വരുന്നുണ്ട്. ഇന്റീരിയർ പെട്ടെന്ന് കൂളാവും. വിത്തിൻ 10 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇന്റീരിയർ കൂളാവുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രോപ്പിക്കലൈസ്ഡ് AC എന്നാണ് പറയുന്നത്. ഇപ്പം എയർ ബാഗ് എല്ലാം 6 എയർ ബാഗ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയി. പിന്നെ ഫീച്ചേഴ്സ് ബേസ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുന്ന ഫീച്ചേഴ്സ് പറയാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് വാഹനം എടുത്തതിന് ശേഷം ആ ഫീച്ചേഴ്സ് ഒന്നും ഉപയോഗിക്കണം എന്നില്ല, അല്ലേ? അതെ അതെ, അതിന് ഏറ്റവും വലിയ ഓപ്ഷനാണ് ഈ സൺറൂഫ് എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഇപ്പോൾ പറയുന്നത് കേൾക്കാം. സൺറൂഫ് സത്യം പറഞ്ഞ ഒരു ഫാൻസി ഫീച്ചേഴ്സ് ആണ്. നമ്മൾ മുന്നേ തന്നെ കാണാം ഒരുപാട് വണ്ടി. ഇപ്പൊ ഒരു 10 വണ്ടികൾ തന്നെ ഓടിച്ചു കഴിഞ്ഞാൽ കുറെ അധികൾക്ക് ഒരു 10 വണ്ടി സൺറൂഫ് ഉണ്ട്. എത്ര ആൾക്കാർ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്. അത് ഞാൻ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പലരും ഫസ്റ്റ് വാഹനം എടുക്കുമ്പോൾ സൺറൂഫ് ഇങ്ങനെയുള്ള ഇതെല്ലാം കണ്ടിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് എടുക്കും. പക്ഷെ പിന്നീട് നമ്മളത് എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ജീവിതത്തിൽ 1-2 പ്രാവശ്യം വർഷങ്ങളായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചിട്ടുണ്ടാവും സൺറൂഫ് ഒക്കെ. അതെ, അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഫാൻസി ഫീച്ചർ ആണ്. അതെ, ഇതിൽ അത്യാവശ്യം വേണ്ട ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ചാർജിങ് വരുന്നത്. നമുക്ക് അത് വരുന്നത് 10.2 ഇഞ്ചാണ് ടച്ച് സ്ക്രീൻ വരുന്നത്. അതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ USB ചാർജിംഗ് സ്പോട്ട് വരുന്നുണ്ട്. ബാക്കിൽ 2 ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ റിയർ ACയും വരുന്നുണ്ടല്ലോ. റിയർ AC വരുന്നുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മളിപ്പം ഞാൻ കയറിയപാട് ചോദിച്ചു, ഇത് ഫീൽ ആവുന്നില്ലല്ലോ ഗിയർ ചേഞ്ച് ആണെന്നല്ലേ? അതൊരു ഗിയർ ഓപ്ഷൻ അല്ലേ? നമുക്ക് ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. AMTO CVTO പോലത്തെ അല്ല, നമുക്ക് ടോർക്ക് കൺവേർട്ടർ ആണ്. അധികം നമുക്കൊരു കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ കാണപ്പെടുന്നതാണ് ടോർക്ക് കൺവേർട്ടർ എന്ന ഗിയർ ബോക്സ്. അതാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്ക്
ഒഴുകി പോകുന്നതാണ്, ഫീൽ ചെയ്യുന്നില്ല. ഒരു പവർ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ഗിയർ ബോക്സിൽ. അതെ, കറക്റ്റ് ആയിരിക്കും. നമ്മൾ കാല് കൊടുക്കുന്നിടത്ത് തന്നെ ആ വണ്ടി മനസ്സെത്തുന്നിടത്ത് തന്നെ വണ്ടി എത്തുന്നു. ഇപ്പൊ ഒരു ഹോൺ അടിക്കുമ്പോൾ അതപ്പോ ഈ ഒരു സൗണ്ട് കേൾക്കുന്നുള്ളൂ. നമ്മളിപ്പോ താത്തിയിട്ട് അടിക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒരു പവർ. ഓ, അതെ, നോയിസ് ക്യാൻസലേഷൻ ആണല്ലോ. സൗണ്ട് അധികം വരില്ല, പുറത്ത് സൗണ്ട് ഇല്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കംഫർട്ട് ആണ് യാത്ര ചെയ്യുമ്പോൾ. കുറച്ചും കൂടി സൈലന്റ് ആയിരിക്കും. സൈലന്റ് ആണ്. ശരിക്കും നിങ്ങള് ഈ ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണം, അപ്പം മനസ്സിലാവും. ഡ്രൈവ് ചെയ്തിട്ടും അതുപോലെ തന്നെ യാത്ര ചെയ്തിട്ടും. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കാലിക്കറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സിട്രോൺ ഷോറൂമിലല്ലേ? അതെ, നമ്മൾ ഇവിടെ കോഴിക്കോട് ഷോറൂമിൽ നിന്ന് തന്നെ കണ്ണൂര്, കാസർഗോഡ്, മലപ്പുറത്തൊക്കെ ഞങ്ങൾ തന്നെയാണ് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആയി കൊടുക്കുന്നത്. ഷോറൂം ഞങ്ങൾക്ക് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, പാവങ്ങാട് അടുത്താണ്. കണ്ണൂർ റോഡാണ്. കണ്ണൂർ റോഡ്. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കെല്ലാം ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കും. ഞങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത്. അതെ അല്ലേ? അങ്ങനെ ഞാൻ കുറച്ച് നേരമായിട്ട് സിട്രോൺ എയർക്രോസ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്. കുറച്ച് നേരമായിട്ട് ഓടിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു വാഹനം ഓടിക്കും. ഞാൻ വെറുതെ പറയുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീല് മനസ്സിലാവും. നമ്മൾ ഈ ഒരു വാഹനം എടുത്തു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും തന്നെ ഇല്ലയെന്ന്. പക്ഷേ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, പക്ഷേ ബോഡി റോളിംഗ് ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റ് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് വണ്ടി എടുത്തിട്ട് അത് നിങ്ങൾ ഓടിച്ച് ഫീൽ ചെയ്യാൻ തന്നെ വേണം ഈ ഒരു വാഹനം. അല്ലെങ്കിൽ സിട്രോണിൻ്റെ ഏതെങ്കിലും ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിന് എത്ര പ്രൈസ് വരുന്നത് ഈ ഒരു വേരിയന്റിന്? ഈ ഒരു വേരിയന്റ് മാക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഒരു ഓൺ റോഡ് 1693 വരുന്നത്. ഒരു ഈ മാസത്തെ ഒരു ഓഫറും ഉണ്ട്. നമുക്ക് ഒരു 1,15,000 ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. 1 lakh വരുന്നുണ്ട്. 1,15,000 11,15,000 ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. ടെർബോ ആണ് വേരിയന്റ്. സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നോൺ ടെർബോ ബേസ് മോഡലിനൊക്കെ ഒരു 10-20 സംതിങ് സ്റ്റാർട്ടിംഗ് വരുന്നത്. കുറഞ്ഞ പ്രൈസ് ആണ്. കുറഞ്ഞ പ്രൈസ് ആണ്. പിന്നെ മന്ത്ലി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ മാസം കൺസ്യൂമേഴ്സ് ഓഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർക്രോസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇനി വണ്ടികളൊക്കെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയിലേക്ക്. പുതിയൊരു അപ്ഡേറ്റ്. അതെ, എയർക്രോസ് എക്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്റീരിയറിലും എല്ലാത്തിലും. അതെ, കുറച്ച് 360 ക്യാമറ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ്, IRVM കാര്യങ്ങൾ കുറെ മാറ്റങ്ങളായിട്ട് വരുന്നുണ്ട്. അതെ. ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് സിട്രോൺ ഈ ഒരു വേരിയന്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നുണ്ട്. യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സിട്രോണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതാണ്, എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, അങ്ങനെ വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.